നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടായ ആ പേവിഷബാധയുടെ ആശങ്ക ഇനിയും മാറിയിട്ടില്ല. എന്തായാലും പ്രതിരോധ മാർഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഉത്തരം നൽകുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി.എസ്. അപൂർവ സന്ദർഭങ്ങളിൽ വാക്സിനിലൂടെ പേവിഷബാധ തടയാൻ കഴിയില്ലെന്ന് പറയുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി.എസ്. ഒരാൾക്ക് വാക്സിൻ സ്വീകരിച്ച് 14ാമത്തെ ദിവസത്തിൽ അയാൾക്ക് ശരീരത്തിന് പ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ വാക്സിൻ പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ഈ 14 ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ചില അപൂർവ സമയങ്ങളിൽ വൈറസ് അതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ നാഡീഞരമ്പുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് വാക്സിന് കഴിയില്ല. അതായത് കടിയേറ്റ് കുറച്ച് സമയം വാക്സിന് വേണം. നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും സമയം വാക്സിന് വേണം. പ്രാഥമിക ശുശ്രൂഷയ്ക്കും റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. മുറിവ് കൃത്യമായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വേറെ ഒരു വസ്തു ഉപയോഗിക്കേണ്ട സോപ്പിന് ഈ വൈറസിനെ നിർവീര്യമാക്കാനുള്ള സവിശേഷമായിട്ടുള്ളൊരു ശേഷിയുണ്ട്. പിന്നീട് കഴിയുന്നത്ര അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ഇമ്മ്യൂണോഗ്ലോബുലിൻ ചികിത്സ എടുക്കുകയാണ്. കാരണം ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ആ സമയത്ത് വൈറസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക. കാരണം വാക്സിൻ ആക്ട് ചെയ്യാൻ പിന്നെയും കുറച്ച് ദിവസങ്ങളെടുക്കും. പക്ഷെ എങ്കിലും കഴിയുന്നത്ര വേഗം വാക്സിൻ എടുക്കാം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എത്തിക്കാൻ ചില പ്രതിസന്ധികളുണ്ടെന്നും ഡോക്ടർ പറയുന്നു. പലപ്പോഴും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കീപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് താലൂക്ക് ആശുപത്രികളിലൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ വളരെ അടുത്ത് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കിട്ടേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അപൂർവമായിട്ടെങ്കിലും ഈ ട്രാൻസിറ്റ് ടൈം കുറച്ചൊരു പ്രശ്നമാവുന്നുണ്ട്. തൊട്ടടുത്ത് കടി കിട്ടുന്നതിന് തൊട്ടടുത്തുള്ളൊരു ഒരു ആശുപത്രിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. പേവിഷബാധയുടെ കാര്യത്തിൽ ആശങ്കയോ ഭയമോ അല്ല വേണ്ടത്. സമയം അല്പം പോലും കളയാതെ കൃത്യസമയത്ത് പ്രാഥമിക ശുശ്രൂഷ നൽകുക. റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും റാബീസ് വാക്സിനും എടുക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.